മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. തുടർന്ന് മറ്റ് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടി രാജിവെച്ചതോടുകൂടി അമ്മയുടെ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ആ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഒരു ലെറ്റർ ഒരു പത്രക്കുറിപ്പ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ആ പത്രക്കുറിപ്പ് ഒന്ന് വായിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാവണമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി, വിമർശിച്ചതിനും തിരുത്തിയതും. അതായത് ഈ പറഞ്ഞ ഇപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് മോഹൻലാൽ, വൈസ് പ്രസിഡന്റ് ജഗദീഷ്, ജയൻ ചേർത്തല, ജനറൽ സെക്രട്ടറി സിദ്ദിഖ് നേരത്തെ തന്നെ രാജിവെച്ചതാണ്. ആരോപണം വന്ന ഘട്ടത്തിൽ തന്നെ ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജിവെച്ചു. അത് ഒരു മാതൃകാപരമായ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം എടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചു. പിന്നെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജാണ്. ബാബുരാജിന് നേരെ ഇന്നലെ ഒരു ആരോപണം വന്നിരുന്നു. ആര് എന്ത് എന്നുള്ളതൊന്നും ഇല്ല, ഒരു ആരോപണം വന്നു, മാധ്യമത്തിലൂടെയാണ് ആരോപണം വന്നത്. പക്ഷെ അവർ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയിട്ടില്ല. അപ്പോഴും ബാബുരാജ് പറയുന്നത് എനിക്കറിയാമായിരുന്നു എനിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത്. അത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് എന്റെ ബാധ്യതയാണ്, ഞാനത് കണ്ടെത്തും. ബാക്കി തുടർന്ന നടപടികൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ബാബുരാജ് പറഞ്ഞത്. ഇവർ ഈ പറയുന്ന സമയത്ത് എന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഞാൻ ഏതായാലും സ്ഥലത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തെളിയിക്കുന്നതുവരെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജ് പറഞ്ഞിരുന്നത്. പിന്നെ ഇതിന്റെ ട്രഷറർ ഉണ്ണിമൂന്നനാണ്. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അനന്യ, അൻസിബ, ഹസൻ, ജോയ് മാത്യു, ജോമോള്, കലാഭവൻ ഷാജോൻ, സരയു, സുരാജ് വഞ്ഞാറമൂട്, സുരേഷ് കൃഷ്ണ, ടിനി ടോമു, ടോവിനോ തോമസ്, വിനു മോഹൻ, ഇത്രയും പേരാണ് ഇന്ന് രാജിവെച്ച കമ്മിറ്റിയിലുള്ള ആളുകൾ. ഇവര് അമ്മയുടെ നിലവിലെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ജനറൽ ബോഡി കൂടിയിട്ട് ഇവരെ തെരഞ്ഞെടുത്തത്. പക്ഷെ അവർ ഇന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഭരണസമിതിയിലുള്ളവർക്കെതിരെയും ആരോപണം വന്ന സ്ഥിതിക്ക് ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു പോവുകയാണ് ചെയ്തത്. മാതൃകാപരമായ ഒരു നിലപാടാണ്. ഇനി ഇതിന്റെ നിയമവശങ്ങളെല്ലാം കൂടി പരിശോധിച്ച് അടുത്ത ജനറൽ ബോഡി ചേർന്നിട്ട് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഈ പരാതി മാധ്യമങ്ങളിൽ പറയുന്ന ആളുകൾ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതിയായിട്ട് പോകുന്നില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കരുതിക്കൂട്ടിയാണ് തങ്ങൾക്കെതിരെ പരാതി പറയുന്നത് എന്ന് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ വസ്തുതയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്തത് എന്നതാണ് ഒരു കാര്യം. ഇവർ പിന്നെ പറയുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു സിനിമാ സെറ്റിൽ പോയി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ല, ഒരു സിനിമാ സെറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സംവിധാനമില്ല. ഞാൻ സിമ്പിൾ ഒരു സാധനം ചോദിക്കാം. എറണാകുളം നഗരത്തിൽ KSRTC ബസ് സ്റ്റാൻഡ് ഇറങ്ങുന്ന ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് എവിടെയാണ് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉള്ളത്? ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുപ്പി കളയാനുള്ള സമയത്ത് ഇന്നത്തെ ഈ ചുറ്റുപാടിൽ ഇവിടെ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പലതുമില്ല. പക്ഷേ സിനിമാ സെറ്റുകളിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ എല്ലായിടത്തും ക്യാരവാനുകൾ 1, 2, 3 ക്യാരവാനുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കാടിലും വാഹന സൗകര്യം എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ സംവിധാനങ്ങൾ ഇല്ലാത്തടത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ ആരും കാണാത്ത വിധത്തിലൊക്കെ കാര്യം സാധിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണ് ഈ പണ്ട് മുതലേ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കരുതിക്കൂട്ടി ആളുകൾ മനഃപൂർവ്വം ഓരോ ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ആരോപണം ഉന്നയിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആള് ആരാണോ പീഡിപ്പിച്ചത് അയാൾക്ക് പിന്നീട് തുടർച്ചയായി കുറേ വർഷങ്ങളോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. അന്ന് 2013, 2007, 2006 എന്ന് പറയുന്ന വർഷങ്ങളിലൊക്കെ എന്നെ പീഡിപ്പിച്ചു, അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് അവർക്ക് അന്ന് ചിലപ്പം അവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, ധൈര്യം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴായിരിക്കും ഒരു പക്ഷേ ഇവർക്ക് ഇതിനൊക്കെ ധൈര്യം ഉണ്ടായിട്ടുണ്ടാവോ പരാതി പറയും. ഓക്കെ, പക്ഷെ പിന്നീട് അവരോടൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു യും പറഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും കൂടി അവരുമായിട്ട് നല്ല കമ്പനിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്തായാലും ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങളുണ്ട്. ആരോപണം ഉന്നയിച്ച ആളുകളെല്ലാം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുക. അമ്മ എന്ന് പറയുന്ന സംഘടന നിലവിൽ അതിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ജയൻ ചേർത്തല എന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരിക്കലും ഇരയുടെ ഭാഗത്തല്ലാതെ വേട്ടക്കാരനോടൊപ്പം നിൽക്കില്ല. നമ്മുടെ ഭരണസമിതിയിലുള്ളതോ അംഗങ്ങളിലുള്ളതോ ആയിട്ടുള്ള ആളുകൾ ഗുരുതരമായ ആരോപണം നേരിട്ടിട്ട് അവർ നിയമത്തിന്റെ അന്വേഷണ പരിധിക്ക് വന്ന് അവർ കുറ്റം ചെയ്ത ആളാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആരോപണ വിധേയൻ മാത്രമാണ് അതിലുള്ള ആളുകളെല്ലാം തന്നെ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അമ്മയുടെ ഭരണസമിതിയിലുള്ള അംഗങ്ങളെല്ലാം തന്നെ രാജിവെച്ചു. 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി ചുമതലയേൽക്കും. കാത്തിരിക്കാം.